നമസ്കാരം. നമ്മുടെ ഒരു കുട്ടികൾ 10ാം ക്ലാസ് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും. അത് വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം KSEB 1.5 ലക്ഷം രൂപ, ഏകദേശം 1,46,000 രൂപയോളം ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ KSEBയിൽ ജോലി ചെയ്യാം. ഇത് ഒരു തൊഴിലിൻ്റെ അറിയിപ്പൊന്നുമല്ല, നമ്മുടെ KSEBയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞത് KSEB തന്നെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് നമ്മുടെ പവർ ഹൗസുകളിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം അപകടങ്ങൾക്ക് കാരണത്തെക്കുറിച്ചാണ് അന്വേഷണം നടന്നത്. ഈ അന്വേഷണത്തിലാണ് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, ഇവരൊക്കെ ഭയങ്കര സംഭവമാണെന്നും ഇവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വലിയ നോളജാണെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു വിഭാഗമാണല്ലോ നമ്മൾ സാധാരണക്കാർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ഈ വീടുകളിലേക്ക് മീറ്റർ റീഡിങ്ങിനായി എത്തുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീറ്റർ നോക്കിയിട്ട് അവർ അത് എഴുതി ബില്ല് ചെയ്ത് നമുക്ക് തരുന്നത്. അതിന് എന്ത് സാങ്കേതിക പരിജ്ഞാനമാണ് ആവശ്യം എന്ന് നമുക്കറിയാം. അവർ സത്യത്തിൽ അതൊരു ക്ലറിക്കൽ പോസ്റ്റാണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ. ക്ലറിക്കൽ അതൊരു യോഗ്യത മതി. അത് കാര്യം അതിൽ കാണുക, കണക്കാക്കുക, അതിൽ ഈ സാധനത്തിൽ അവരുടെ തരുന്ന മെഷീനകത്ത് ബില്ല് പ്രിൻ്റ് ചെയ്ത് നമുക്ക് തരിക. ഇതൊരു ക്ലറിക്കൽ ജോബാണ്, അതായത് ഒരു ഗുമസ്ത വൃത്തിയാണ് സത്യത്തിൽ. എന്നാൽ ഈ ജോലി ഇങ്ങനെ വരുന്നവരെ യാതൊരു മാനദണ്ഡവും കൂടാതെ സബ് എഞ്ചിനീയർമാരാക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സബ് എഞ്ചിനീയർമാർ, അതായത് നമ്മുടെ KSEBക്ക് 1956 വൈദ്യുതി നിയമം ഉണ്ടായിരുന്നു. ആ നിയമം പറയുന്നത് ഇവിടെ ഒരു സബ് എഞ്ചിനീയർമാരാകണം എന്നുണ്ടെങ്കിൽ ത്രിവത്സര ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയാക്കിയ ഒരാൾക്ക് മാത്രമേ സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പ്രവേശനം അനുവദിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അടിച്ച് ദൂരെ കളഞ്ഞിട്ടാണ് ഈ രീതിയിൽ മീറ്റർ റീഡിങ്ങിന് വേണ്ടി വരുന്ന ബില്ല് പ്രിൻ്റ് ചെയ്യാൻ വരുന്ന ആളുകളെ പിടിച്ച് സബ് എഞ്ചിനീയർമാരാക്കിയത്. അതിന് അവർ കൊടുത്തിരിക്കുന്ന മാനദണ്ഡം ഇവർ 5 വർഷം സർവീസ് കാലാവധി പൂർത്തിയാക്കി എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ആലോചിച്ച് നോക്കുക, ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ എഞ്ചിനീയർമാർ ആയിരിക്കുന്ന പലരുടെയും അവസ്ഥ ഇതാണ് ഈ പറയുന്നത്. പലരുടെ അവസ്ഥയാണ്. അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളങ്ങൾ ലക്ഷങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവരാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ. ഇവരെ സബ് എഞ്ചിനീയർ ആക്കിയുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. അവിടെ എത്രത്തോളം വോൾട്ടേജ് വിതരണത്തിന് വേണ്ടി കൊടുക്കണം, വിതരണത്തിന് വേണ്ട ലൈനുകളിൽ എത്ര വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ 11 kVയിൽ എത്ര പോകണം, ഇതിനെക്കുറിച്ചൊന്നും പ്രാഥമികമായ അറിവുകൾ പോലും ഇല്ലാത്തവർ ഈ വകുപ്പിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ ഒരു KSEB മസ്ദൂർ ആയിട്ട് പോകുന്ന ആൾക്കാർ നേരെ ലൈൻമാന്, അത് വെറും ITI മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു എഞ്ചിനീയർമാരാകുന്ന സവിശേഷമായ ഒരു കാലഘട്ടം. ഈ ITIയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്വകാര്യ ITIകൾ പോലും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. യാതൊരു അംഗീകാരവുമില്ലാതെ ഏതെങ്കിലും ഒരു കൂരയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ITI പോയിട്ട് ഏതെങ്കിലും വയർമാൻ്റെ കോഴ്സ് പഠിക്കുകയോ ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിക്കുകയോ ചെയ്യുന്ന, അതായത് 2 വയർ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസ് അടിച്ചു പോകുന്ന, അല്ലെങ്കിൽ അങ്ങ് ഇടമലയാർ ഡാം വരെ അടിച്ചു പോകുന്ന അത്രയും ക്വാളിറ്റിയുള്ള പയ്യന്മാരെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ വന്നിട്ടുള്ളവരാണ് ഇന്ന് അതിലേക്ക് വരുന്നത്, സബ് എഞ്ചിനീയർമാരെന്ന പോസ്റ്റിലേക്ക്. ഭയങ്കര രസകരമായി നമുക്ക് തോന്നാം ഈ സംഭവം. ഇവരാണ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം ചെയ്യേണ്ടവർ. ഓരോ ലൈനിലും പോയിക്കൊണ്ടിരിക്കുന്ന വോൾട്ടേജിനെ കുറിച്ച് കൃത്യമായി മെഷർ ചെയ്യേണ്ടത് ഇവരാണ്. അപ്പോൾ എങ്ങനെ ഈ അപകടം കൂടാതിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം ഇങ്ങനെ യോഗ്യതയില്ലാത്തവരെ പിടിച്ച് തലയ്ക്ക് മേളിലേക്ക് വെക്കുക. ഇനി ഞെട്ടിപ്പിക്കുന്നൊരു കണക്കുകൂടി പറയാം. അതായത് എഞ്ചിനീയറിംഗ് ഗ്രേഡിൽ 10ാം ക്ലാസ് തോറ്റവർ പോലും ഉണ്ട് എന്നുള്ളതാണ്. 10ാം ക്ലാസ് തോറ്റവർ എങ്ങനെയാണ് ഈ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സാവുന്നത്? അപ്പോൾ അങ്ങനെ 10ാം ക്ലാസ് തോറ്റവർ എഞ്ചിനീയറിംഗ് ഗ്രേഡിൽ നിൽപ്പുണ്ട്. അത് എത്ര പേരാണെന്നറിയുമോ? ഏകദേശം 451 പേരുണ്ട് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ. 451 പേര് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സുഭിക്ഷമായി 10ാം ക്ലാസ് തോറ്റിട്ട് സബ് എഞ്ചിനീയർ പോസ്റ്റിലിരിപ്പുണ്ട്. അത് നമുക്കറിയാമായിരുന്നു. നമ്മൾ അറിയണം.
അവർ ഒരു മാസം വാങ്ങിക്കുന്ന ശമ്പളം എത്രയെന്നറിയോ? 10ാം ക്ലാസ് തോറ്റ് സബ് എഞ്ചിനീയർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക്, 10ാം ക്ലാസ്സിൽ തോറ്റ ഒരാൾക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് അല്ലെ വൈദ്യുതിയെക്കുറിച്ച് എന്തറിവുണ്ടാകുമെന്ന് നമുക്ക് അറിയാം. അതായത് ലയൺ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ജോഷി സംവിധാനം ചെയ്താന്ന് തോന്നുന്നു. ആ സിനിമയിൽ ദിലീപ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് കറണ്ട് ഉണ്ടാകുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ നിന്നാണ് എന്ന് ടി പി മാധവനാണ് ആവേശം ചെയ്തത്, അത് വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ ദിലീപ് അടുത്ത ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് പിന്നെ വെള്ളത്തിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കാത്തതെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അതൊക്കെ അറിഞ്ഞിട്ടാണോ ഇപ്പം ഓരോ വകുപ്പിലും മന്ത്രിമാരിയ്ക്കുന്നത് എന്ന് തിരിച്ച് ആ മന്ത്രിയായിട്ട് വേഷം ചെയ്യാൻ ടി പി മാധവൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രാഥമികമായി 10ാം ക്ലാസ് പാസ്സാവുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അക്ഷരം കൂട്ടി എഴുതി വായിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് നമുക്കറിയാം. 11 kV എന്താണെന്നോ പിന്നെ സാധാരണ 3 phase എന്താണെന്നോ അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും കൂടുതലും ഈ 10ാം ക്ലാസ് തോറ്റിട്ട് സബ് എഞ്ചിനീയർ പോസ്റ്റിലിരിക്കുന്നത്. അവരൊരു മാസം സർക്കാരിൽ നിന്ന് വാങ്ങുന്ന ശമ്പളം 1,33,695 രൂപയാണ്. നമ്മൾ ഞെട്ടിപ്പോവും. ഇവിടെ നമുക്കറിയാം, ഇത്രയും ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ, അത്യാവശ്യം ഡിഗ്രിയെങ്കിലും കയ്യിലുള്ള ഒരു മനുഷ്യൻ ഇത്രയും ശമ്പളം 3 മാസം കൊണ്ടായിരിക്കും ഒരു പക്ഷേ മേടിക്കുന്നത്. അതായത് 1,33,695 രൂപ ഈ ഒരു ഡിഗ്രിയും PGയും കഴിഞ്ഞ ഒരാൾ വാങ്ങുന്നത് 3 മാസത്തിലൊരിക്കലായിരിക്കും. ഇവിടെ അതിനേക്കാൾ ഇതിൻ്റെ ഉയർന്ന ഗ്രേഡിൽ ഈ 10ാം ക്ലാസ് തോറ്റവരുണ്ട്. അവരെത്ര പേരുണ്ട്? ഏകദേശം 34 പേര് ഇതിനെക്കാട്ടിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് തോറ്റ ആൾക്കാർ സബ് എഞ്ചിനീയറുടെ മേളിലിരിക്കുന്ന പോസ്റ്റിൽ. അവരെത്രയാ ശമ്പളം വാങ്ങുന്നതെന്നറിയോ? 1,43,866 രൂപയാണ് അവർ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭീകരമെന്ന് നമുക്ക് തോന്നും. ഇത്രയും കുത്തഴിഞ്ഞു കിടക്കുന്ന, ഇത്രയും അഴിമതി നിറഞ്ഞ ഒരു സ്ഥാപനമാണ്. ചുമ്മാ അല്ല, നമുക്ക് കറണ്ട് പിന്നെ എങ്ങനെയാണ് കറണ്ട് വരുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത അത്തരം ആൾക്കാരെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നമ്മൾ സത്യം പറഞ്ഞ ഇത് കേൾക്കുമ്പോൾ എന്ത് യോഗ്യതയുള്ളവരാണ് ഈ KSEBയിൽ ഇരിക്കുന്നത്? സബ് എഞ്ചിനീയർമാരെന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലിരിക്കുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അങ്ങനെ കുറേയധികം തസ്തികകളുണ്ടല്ലോ. എഞ്ചിനീയർമാർ തന്നെ കുറേ ഉണ്ട്. അവരൊക്കെ ഇരിക്കുന്നത് മിക്കവരും 10ാം ക്ലാസ് തോറ്റവരാണ് എന്നുള്ളൊരു വസ്തുത നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? തൊടുപുഴ സ്വദേശിയായ ഒരാൾ കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം എടുത്ത വിവരങ്ങളാണിതെല്ലാം. അപ്പോൾ ഇനിയിപ്പം വൈദ്യുതി ബില്ല് കൂടിക്കൊണ്ടിരിക്കുന്നു. വൈദ്യുതി ബില്ല് കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന യാതൊരു അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ഇവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടി വരും. ഇത്തരക്കാർക്ക് കൈ അയച്ചു കൊടുക്കുന്ന ഈ ശമ്പള പരിഷ്കരണം ഉണ്ടല്ലോ, ഇതിന് ഇവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവരെ കനപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശമ്പളം കറണ്ട് ചാർജ് അടച്ച് ശമ്പളം കൊടുക്കേണ്ടത്. ഇത്രയും ഭീകരമായ ശമ്പളം സാധാരണ മനുഷ്യൻ ജോലി ചെയ്താൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 മാസം അല്ലെ 3 മാസം പണി ചെയ്താലേ അവർ 10ാം ക്ലാസ് തോറ്റ ഒരാൾ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ തുല്യമാവുകയുള്ളൂ. എന്നാലും എത്തില്ല. നമ്മളെപ്പോലുള്ളവരാണ് ഈ പറയുന്ന പണം ഇവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ വൈദ്യുത വകുപ്പ് നടത്തുന്നത് പകൽക്കൊള്ളയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ളവർക്ക് ശമ്പളം അവരുടെ അടിസ്ഥാന യോഗ്യതയ്ക്ക് അനുസരിച്ച് എന്തുകൊണ്ട് ജോലി കൊടുക്കുന്നില്ല? കേവലം ഈ പറയുന്ന പോലെ 3 വർഷത്തെ ത്രിവത്സര എഞ്ചിനീയറിംഗ് കഴിയാതെ, 3 വർഷം എഞ്ചിനീയറിംഗ് പഠിക്കാതെ ഒരാളെ കൊടുക്കരുത് എന്ന് 1956 മുതൽ നിയമമുള്ളതാണ്. അതിനുശേഷം 2022 CMD വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം പ്രകാരം മാത്രമേ ഒരാൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കാൻ പാടുള്ളൂ. 2 നിയമങ്ങളാണ് അറ്റ് എ ടൈം ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാകാത്തത്. 2022 പുറത്തിറക്കിയ ഒരു രീതി അനുസരിച്ചും ആ കാര്യം എന്താ, അവരുടെ അപ്രൈസൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് അവർക്ക് ജോലി മാറ്റം കൊടുക്കുക, പ്രൊമോഷൻ കൊടുക്കുക. അതിനെക്കുറിച്ച് അവരുടെ അറിവ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കുക. ഇതൊന്നും ഇല്ലാതെ 5 വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞ പോലെ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന ഒരാളെ അയാൾ 5 വർഷം കൊണ്ട് മീറ്റർ റീഡിംഗ് എടുക്കും, ഇനി സബ് എഞ്ചിനീയറായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയുന്ന ഒരു കെടുകാര്യസ്ഥതയുണ്ടല്ലോ, അതിഭീകരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരെല്ലാം കൂടെ ഒരു ദിവസം ഈ ലൈനെല്ലാം കൂടെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കും കേരളത്തെ മുഴുവൻ. കാര്യം അത്രയ്ക്കേ ഉള്ളൂ ഇവരുടെ അടിസ്ഥാന യോഗ്യത. 2 നിയമങ്ങൾ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ചില താൻപോരിമയുടെ ഇടമായി ഈ KSEB മാറിക്കഴിഞ്ഞിരിക്കുന്നു.
അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്ന് പറയാതിരിക്കാനും തരമില്ല.